എന്റെ ദൈവം തരുന്നതല്ല സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം സങ്കേതവും. എന്റെ ദൈവം തരുന്നതല്ല സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണം. സുഭാഷിതം. മനുഷ്യനൊരു സമൂഹ ജീവിയായതുകൊണ്ട് കൊടുക്കൽ വാങ്ങലുകൾ അവന്റെ ജീവിതത്തിൽ സർവ്വസാധാരണമാകുന്നു. കൊടുക്കുക അല്ലെങ്കിൽ ദാനം ചെയ്യുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് വേദപുസ്തകത്തിൽ ധാരാളം പരാമർശമുണ്ട്. ഈ ലോകം ഇതുവരെ അറിഞ്ഞിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ ദാതാവായ യേശുക്രിസ്തുവിന്റെ അനുയായികളാണല്ലോ വേദപുസ്തകം അനുസരിച്ച് ജീവിക്കേണ്ടത്. സ്വർഗരാജ്യത്തിന്റെ സകല സമ്പത്തും മഹത്വവും പിന്നിലുപേക്ഷിച്ച് അവിടുന്ന് ഭൂമിയിലേക്ക് വന്ന് സ്വമേധയാ തന്റെ ജീവൻ നൽകി നമ്മെ രക്ഷിച്ചു. ഈ രക്ഷകന്റെ വാക്കുകൾ അപ്പോസ്തല പ്രവൃത്തികളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടാലും ഇങ്ങനെ പ്രയത്നം ചെയ്ത് പ്രാപ്തിയില്ലാത്തവരെ സഹായിക്കുകയും വാങ്ങുന്നതിനേക്കാൾ കൊടുക്കുന്നത് ഭാഗ്യമെന്ന് കർത്താവായ യേശു താൻ പറഞ്ഞ വാക്ക് ഓർത്തുകൊള്ളണമെന്നാകുന്നു. പ്രാപ്തിയില്ലാത്തവർക്ക് എങ്ങനെ കൊടുക്കണമെന്ന് ക്രിസ്തുവിന്റെ സാക്ഷ്യം വഹിച്ച പൗലോസ് 2 കൊരിന്ത്യർ 9 എഴുതിയിരിക്കുന്നത് അവനവന് ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. Each of you should give what you have decided in your heart to give, not reluctantly or under compulsion, for God loves a cheerful giver. ദൈവകൃപ മനസ്സിലാക്കുന്ന ഒരു ക്രിസ്ത്യാനിയുടെ ജീവിത രീതി സന്തോഷത്തോടെ കൊടുക്കുക എന്നുള്ളതാണ്. നാം സങ്കടത്തോടെ കൊടുക്കുവാൻ പാടില്ല, മറ്റുള്ളവരുടെ നിർബന്ധത്താലും പാടില്ല. നാം മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ ഉദ്ദേശം എന്താണെന്ന് ദൈവത്തിനറിയാം. ദൈവത്തിന്റെ സ്നേഹം പ്രാപിക്കാനാണ് കൊടുക്കുന്നതെങ്കിൽ സന്തോഷത്തോടെ കൊടുക്കണം. നമുക്ക് ലഭിക്കുന്ന സകല നന്മകളും ദൈവം തരുന്നതാണ്. യാക്കോബ് പറയുന്നത്, എല്ലാ നല്ല ദാനവും തികഞ്ഞ വരമൊക്കെയും ഉയരത്തിൽ നിന്ന് വെളിച്ചങ്ങളുടെ പിതാവിങ്കിൽ നിന്ന് ഇറങ്ങി വരുന്നു. ദൈവം തന്നിരിക്കുന്ന നന്മകളാണ് നാം കൊടുക്കുന്നത്. ദൈവത്തിന് സന്തോഷത്തോടെ നാം കൊടുക്കേണ്ടത് നമ്മുടെ സമ്പത്ത് മാത്രമല്ല, നമ്മുടെ കഴിവുകൾ, താലന്തുകൾ, സമയം, ഇത് എല്ലാം ദൈവത്തിന്റെ ദാനമത്രേ. ദാവീദൻ തന്റെ ജനങ്ങളും ദാനം കൊടുത്തതിന് ശേഷം ദൈവത്തോട് പ്രാർത്ഥിച്ചു പറഞ്ഞത്, എന്നാൽ ഞങ്ങൾ ഇങ്ങനെ ഇത്ര മനഃപൂർവമായി ദാനം ചെയ്യേണ്ടതിന് പ്രാപ്തരാകുവാൻ ഞാൻ ആർ? എൻ്റെ ജനവും എന്തുള്ളൂ? സകലവും നിങ്കിൽ നിന്നല്ലോ വരുന്നത്, നിന്റെ കയ്യിൽ നിന്ന് വാങ്ങി ഞങ്ങൾ നിനക്ക് തന്നതേയുള്ളൂ എന്ന്. ഈ ഒരു മനോഭാവമാണ് നമുക്കുണ്ടായിരിക്കേണ്ടത്. സൗജന്യമായി നിങ്ങൾക്ക് ലഭിച്ചു, സൗജന്യമായി കൊടുപ്പീൻ എന്നാണ് കർത്താവ് പഠിപ്പിച്ചത്. ലൂക്കോസ് 6:38 എഴുതിയിരിക്കുന്നത്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അമർത്തി കുലുക്കി കവിയുന്ന ഒരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവത്തിന് നാം കൊടുക്കുന്ന യാതൊരു ഓഫറിങ്ങും ആവശ്യമില്ല. എന്നാൽ കർത്താവ് പറഞ്ഞത്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. 9 വീണ്ടും പൗലോസ് പറഞ്ഞിരിക്കുന്നത്, ഇങ്ങനെ ഞങ്ങളാൽ ദൈവത്തിന് സ്തോത്രം വരുവാൻ കാരണമായിരിക്കുന്ന ഔദാര്യമൊക്കെയും കാണിക്കേണ്ടതിന് നിങ്ങൾ സകലത്തിലും സമ്പന്നരാകും. അതുകൊണ്ടാണ് ജ്ഞാനിയായ ശലോമോൻ എഴുതിയിരിക്കുന്നത്, ഒരുത്തൻ വാരി വിതറിയിട്ടും വർദ്ധിച്ചു വരുന്നു, മറ്റൊരുത്തൻ ന്യായവിരുദ്ധമായി ലോഭിച്ചിട്ടും ഞെരുക്കമേയുള്ളൂ. ഔദാര്യമാനസൻ പുഷ്ടി പ്രാപിക്കും, തണുപ്പിക്കുന്നവന് തണുപ്പ് കിട്ടും. ധാന്യം പൂട്ടിയിട്ടിരിക്കുന്നവനെ ജനങ്ങൾ ശപിക്കും. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. God bless you all with these words.
എന്നും നിസ്വാർത്ഥ മാനസനായിടുവാൻ ദൈവീക സ്നേഹവും സഹനവും ത്യാഗവും എന്നകതാരിൽ നീ നിറച്ചിടണേ. ദൈവീക സ്നേഹവും സഹനവും ത്യാഗവും എന്നകതാരിൽ നീ നിറച്ചിടണേ. ഒരു നാളും തളരരുതെന്നോദിയവൻ എൻ മാർവിൽ ചാരുവെന്നരുളിയവൻ നീ എൻ പാലകനും എൻ സർവവും അരുമനാഥാ. സ്തുതി നിനക്ക് അരുമനാഥാ, സ്തുതി നിനക്ക്. എന്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണ സങ്കേതവും. എന്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണ സങ്കേതവും. അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും പതറുകില്ല. അതിവേദനയോ പ്രയാസങ്ങളോ എത്ര ദുരിതങ്ങൾ വന്നാലും പതറുകില്ല. എന്റെ ദൈവം തരുന്നതെല്ലാം സന്തോഷത്തോടു ഞാൻ ഏറ്റുവാങ്ങി നന്ദിയോടെ സ്തോത്രം ചെയ്തിടും അവനൻ ശരണ സങ്കേതവും. അവനൻ ശരണ സങ്കേതവും.